ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഇന്നത്തെ പ്രഭാതത്തിലെ നമ്മുടെ ചിന്തയ്ക്കായി ലഭിച്ചിരിക്കുന്ന വേദഭാഗം അപ്പോസ്തലനായ വിശുദ്ധ പൗലോസ് ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായം 5-ാം വാക്യം, ക്രിസ്തുയേശുവിലുള്ള ഭാവം തന്നെ നിങ്ങളിലും ഉണ്ടായിരിക്കട്ടെ. ആ കർഷകൻ വളരെ ദുഃഖിതനായിരുന്നു. അയാൾ ഒരു ദിവസം പാടത്തേക്ക് പോകുമ്പോൾ ഒരു വൃദ്ധനെ കണ്ടു. വൃദ്ധൻ ചോദിച്ചു, എന്താണ് നിങ്ങളുടെ മുഖം മ്ലാനമായിരിക്കുന്നത്? കർഷകൻ പറഞ്ഞു, ഞാനൊരു ദരിദ്രനാണ്, എന്നാൽ എൻ്റെ ചുറ്റുമുള്ളവർ വലിയ ധനികരാണ്. ഒരു കാളയെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ എൻ്റെ കൃഷി വിപുലപ്പെടുത്താൻ കഴിയുമായിരുന്നു. വൃദ്ധൻ പറഞ്ഞു, നിങ്ങൾ എൻ്റെ കാളയെ കൊണ്ടുപോയിക്കോളൂ, എന്നിട്ട് നിങ്ങളുടെ അയൽക്കാരെ എൻ്റെ അടുക്കലേക്ക് പറഞ്ഞു വിടൂ. കർഷകൻ ചോദിച്ചു, അതെന്തിനാണ്? വൃദ്ധൻ പറഞ്ഞു, നിൻ്റെ അയൽക്കാരന് 2 കാളകളെ നൽകുവാൻ ഞാൻ താല്പര്യപ്പെടുന്നു. കർഷകൻ പറഞ്ഞു, അയാൾ ധനികനാണ്, എന്തിനാണ് അയാൾക്ക് 2 കാളകളെ നൽകുന്നത്? വൃദ്ധൻ പറഞ്ഞു, അപ്പോൾ നിങ്ങളുടെ യഥാർത്ഥ പ്രശ്നം ദാരിദ്ര്യമല്ല, അസൂയയാണ്. മറ്റുള്ളവരുടെ സമൃദ്ധിയിൽ വേദന തോന്നുന്ന ആരും തന്നെ ദരിദ്രരായിരിക്കും. സമൃദ്ധിയും ദാരിദ്ര്യവും ഭൗതിക വസ്തുക്കളുടെ ധാരാളതയോ ഇല്ലായ്മയോ അല്ല, മനസ്സിൻ്റെ ഒരു ഭാവമാണ്. ജീവിതത്തിൻ്റെ ധന്യത മനസ്സിൻ്റെ ധന്യതയാണ്. എന്താണത്? മറ്റുള്ളവർക്ക് നന്മയുണ്ടാകണം എന്ന ചിന്തയും അനുഗ്രഹവുമാണ്. അനുഗ്രഹങ്ങൾ തനിക്കായിരിക്കണം എന്ന് ആഗ്രഹിക്കുകയും ചിന്തിക്കുകയും ചെയ്യുന്നവർ തികഞ്ഞ സ്വാർത്ഥരാണ്. കയീൻ ഹാബേലിനെ കൊന്നത് അസൂയ കൊണ്ടാണ്. അസൂയയുള്ളവർക്ക് സമൃദ്ധി ഉണ്ടായാലും അവരുടെ അസൂയ ഇല്ലാതാവുകയില്ല. അതാണ് ആ കർഷകനിൽ കണ്ടത്. അവന് ആവശ്യമായിരുന്നത് 1 കാളയാണ്. അത് അവന് ലഭിക്കുന്നു. മറ്റുള്ളവർക്ക് 2-3 കാളയെ ലഭിച്ചാൽ അയാൾ എന്തിനാണ് വിഷമിക്കുന്നത്? പക്ഷേ അവരുടെ സമൃദ്ധി ഈ കർഷകനെ പോലെയുള്ളവർക്ക് സഹിക്കുവാനായി കഴിയുകയില്ല. ഇതാണ് അസൂയയുള്ളവരുടെ അനുഭവം. മറ്റുള്ളവർ തങ്ങളെക്കാൾ ദരിദ്രരും ബലഹീനരും ആവണം എന്നതാണ് അവരുടെ ആഗ്രഹം. അങ്ങനെ സംഭവിച്ചാൽ മനസ്സിൽ ഗൂഢമായ ഒരു ആനന്ദം. പക്ഷേ അത് വലിയ അപകടമാണ്, പൈശാചിക ഭാവമാണ്. എന്നാൽ അവരിനോടുള്ള സ്നേഹം കാരണം അവരുടെ അനുഗ്രഹത്തിന് വേണ്ടി സ്വജീവിതം സന്തോഷപൂർവ്വം ഹോമിക്കാൻ ആരെങ്കിലും തയ്യാറായാൽ അതാണ് ജീവിതത്തിൻ്റെ പരമമായ മഹത്വം. അങ്ങനെ ഒരു ഭാവമുണ്ടാകുവാൻ ഈ പ്രഭാതത്തിലെ വചന കേൾവി നമ്മെ ഓരോരുത്തരെയും സഹായിക്കട്ടെ. പ്രാർത്ഥിക്കാം. പ്രിയ കർത്താവേ, ലഭിച്ച വലിയ ഉൾക്കാഴ്ചയ്ക്കായി നന്ദിയുള്ള സ്തോത്രം. മറ്റുള്ളവരുടെ സമൃദ്ധിയിൽ എല്ലായ്പ്പോഴും ആനന്ദിക്കുവാൻ, മറ്റുള്ളവരുടെ അനുഗ്രഹത്തിന് വേണ്ടി ഞങ്ങളുടെ ജീവിതം പോലും ബലി കഴിക്കുവാൻ തക്കവണ്ണം ഇന്നത്തെ പ്രഭാതത്തിലെ ഈ വചന കേൾവി ഞങ്ങളെയും സഹായിക്കണമേ. പുത്രൻ്റെ നാമത്തിൽ പ്രാർത്ഥന കേൾക്കണം പിതാവേ, ആമേൻ.